ഹലോ ഡിയർ ഓൾ, നമുക്കിന്നൊരു ട്രിപ്പ് തന്നെ പോകാം അല്ലേ. ഇപ്പം നമ്മളിന്ന് പോകുന്നത് ആലുവയ്ക്കാണ്. അപ്പോൾ ആലുവയിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു ഷോർട്ട് ട്രിപ്പും കൂടി പോകാം. ഇപ്പം ക്രിസ്മസ് വെക്കേഷനൊക്കെ ആയി, അതെല്ലാം തീർന്ന് നമ്മൾ ന്യൂ ഇയറിലേക്ക് എത്താൻ പോവുകയാണ്. ഇപ്പം കോളേജസും റീസ്റ്റാർട്ട് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ എല്ലാവർക്കും വർക്കിനൊക്കെ പോകേണ്ട ടൈമായി. അപ്പോൾ അതിന് മുന്നേ ക്വിക്കായിട്ട് നമുക്ക് കസിൻസുമായിട്ട് ഒരു മീറ്റപ്പ് നടത്തിയാലോ. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കസിൻ ദിവ്യയുടെ ഫ്ലാറ്റിലെത്തി. അപ്പം അവിടെ നിന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഗെറ്റ് ടുഗെദർ എന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒരു മീറ്റപ്പ് പ്ലാൻ ചെയ്തു. ഒരു ക്വിക്ക് മീറ്റപ്പ് ആയിരുന്നു. അപ്പം വളരെ അൺപ്ലാൻഡായിട്ട് എല്ലാവർക്കും വർക്കിലേക്കൊക്കെ തിരിച്ചു പോകേണ്ട ഒരു ടൈമായി എന്ന ആ ഒരു കോണ്ടാക്റ്റ് വെച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് മീറ്റപ്പ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അപ്പം അന്നേരം അവൈലബിൾ ആയിരുന്ന കുറച്ച് കസിൻസ് മാത്രമാണ് നമ്മളോടൊപ്പം ഈ ഗെറ്റ് ടുഗെദറിന് എത്തിയത്. നമുക്ക് എല്ലാവരെയും കൂട്ടി ഒരു ഗെറ്റ് ടുഗെദർ പ്ലാൻ ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയില്ല, അതോടൊപ്പം തന്നെ നമുക്ക് അതിനുള്ളൊരു ചാൻസും ഇല്ലാണ്ടായി. അപ്പം നമ്മൾ കിട്ടിയ ആളുകളെയൊക്കെ വെച്ചിട്ട് ഒരു ഗെറ്റ് ടുഗെദറാണ് ഇവിടെ വന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തി. ഫ്ലാറ്റിൽ ഫുൾ ഓഫ് ക്രിസ്മസ് ഡെക്കറേഷൻസ് ആയിരുന്നു. എല്ലായിടത്തും ക്രിസ്മസ് ട്രീസ് ഉണ്ടായിരുന്നു, സ്റ്റാർസ് ഉണ്ടായിരുന്നു. ദെൻ നമുക്ക് ആ ഒരു മിനിയേച്ചർ കാണിച്ചിരിക്കുന്ന ഫ്ലാറ്റിൻ്റെ തന്നെ ഒരു മിനിയേച്ചറാണ്. നമുക്ക് അവിടെ എത്തി. ദിവ്യയും ദീപക്കുമാണ് ഉള്ളത്. അപ്പം അവർ നമുക്ക് എല്ലാവർക്കുമായിട്ട് ചായയൊക്കെ സെർവ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെറിയ ഫോൺ കോൾസ് ഉണ്ടായിരുന്നു, ചെറിയ മീറ്റിങ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം ഹാൻഡിൽ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഗെറ്റ് ടുഗെദർ അവിടെ മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഇനി എന്താണ് നെക്സ്റ്റ് എന്ന കാര്യത്തിൽ നമ്മളൊരു പ്ലാൻ ഇടുന്നത്. അപ്പം ഫുഡ് കഴിക്കാം, കുറേ നേരമൊക്കെ സംസാരിച്ചിരിക്കാം എന്നുള്ളൊരു ഐഡിയയിൽ തന്നെ ഞങ്ങളവിടെ നിന്നു. അപ്പോഴാണ് എല്ലാവർക്കും കൂടി എങ്ങോട്ടേലും പോയാൽ ഫുഡ് കഴിക്കാനായിട്ട് പോകണം, അതോടൊപ്പം തന്നെ വേറെ പ്ലേസ് എവിടെയെങ്കിലും വിസിറ്റ് ചെയ്താലോ എന്നുള്ളൊരു പ്ലാൻ വന്നു. അങ്ങനെ ഞങ്ങൾ ചൂസ് ചെയ്ത് ചെറായി ബീച്ചായിരുന്നു. അപ്പം ഞങ്ങളിവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. അറൗണ്ട് ഒരു 9:30-10 hour ആയിരുന്നു. അപ്പം ഫസ്റ്റ് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബീച്ചിൽ പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്നുള്ളൊരു പ്ലാൻ വന്നു. അങ്ങനെ ഞങ്ങൾ വഴിയിൽ കണ്ട മജ്ലീസ് എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പം നല്ല തിരക്കായിരുന്നു. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് വെക്കേഷനൊക്കെ എൻഡ് ചെയ്യുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഫാമിലീസൊക്കെ ആയിട്ട് ഔട്ടിങ്ങിനൊക്കെ പോയി ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് എടുത്തു. അപ്പോൾ അതുകൊണ്ടപ്പോൾ ഞങ്ങളൊന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് അവിടെ സീറ്റൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടിയത്. അപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റിൽ നമ്മളെത്തിയ ടൈമിൽ എല്ലായിടത്തും ഈ ക്രിസ്മസ് ഡെക്കറേഷൻസാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഒരുപാട് സ്റ്റാർസും ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ രസകരമായൊരു ആംബിയൻസ് ആയിരുന്നു. നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ആംബിയൻസ് തന്നെയാണ് നമുക്കവിടെ കിട്ടിയത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടി. അപ്പം നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മളൊരു നോൺ വെജ് പ്ലാറ്റർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ വി ഹാഡ് വെജ് ഫ്രൈഡ് റൈസ്, ദെൻ ചിക്കൻ മന്തി ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഓഫ് ഫുഡ്സാണ് നമ്മൾ ഓൾ ടുഗെദർ ഓർഡർ ചെയ്ത്. അത് നമ്മൾ നാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഒരു കട്ടൻ ചായയും ലൈം ടീ ഒക്കെ കുടിച്ചിട്ടാണ് നമ്മളവിടെ വന്ന് പോയത്. ദെൻ സ്ട്രേറ്റ് ടു ചെറായി ബീച്ച്. അപ്പം നമുക്കിവിടെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ട്രിപ്പ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് അറൗണ്ട് ഒരു 10 to 15 minutes ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ചെറായി ബീച്ചിലേക്ക്. അപ്പം അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ട്രിപ്പൊക്കെ റീസ്റ്റാർട്ട് ചെയ്തു. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സൈഡ്സിലും നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ലൈവാണ്. അറൗണ്ട് ഒരു 10:30-11 ഒക്കെ ആറായെങ്കിൽ പോലും എല്ലാ സ്ഥലങ്ങളിലും ആളുകളുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ നമുക്ക് ഈ ഒരു വെക്കേഷൻ മൂഡിൽ തന്നെയാണ്, ന്യൂ ഇയർ വെക്കേഷൻ ആ ഒരു മൂഡിൽ തന്നെ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ആളുകളുണ്ട്. അവർ ഫാമിലിയായിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഈ ഒരു ദിവസങ്ങൾ ഈ ഒരു സമയങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളവിടെ കുറച്ച് നേരം ഒരു ബീച്ച് ബാഗൊക്കെ നടത്തി, കുറച്ച് നേരം സംസാരിച്ച് നിന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഇങ്ങനെ എല്ലാം ആയിട്ട് ഞങ്ങൾ ആ ഒരു നൈറ്റ് അവിടെ സ്പെൻഡ് ചെയ്തു. വെരി ഷോർട്ട് ആൻഡ് വെരി അൺപ്ലാൻഡ് ട്രിപ്പായിരുന്നു. പക്ഷേ ഇറ്റ് വാസ് വെരി ഫൺ. നമുക്ക് പലപ്പോഴും ട്രിപ്സൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തു പോകുന്ന ട്രിപ്സിനേക്കാളും ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് അൺപ്ലാൻഡ് ആണല്ലേ. അപ്പം അങ്ങനെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വളരെ ടൈം സ്പെൻഡ് ചെയ്ത് കിട്ടിയൊരു ട്രിപ്പായിരുന്നു. സോ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് നെക്സ്റ്റ് ഒരു വെക്കേഷൻ ഗെറ്റ് ടുഗെദർ എന്നൊക്കെ ആയിട്ട്. എല്ലാവരും ഇനിയും മീറ്റ് ചെയ്യാവുന്ന എക്സ്പെക്റ്റേഷനിൽ ലെറ്റ്സ് വൈൻഡ് അപ്പ്. ബൈ.